രേഷ്മ പി തങ്കച്ചൻ്റെ കാര്യം അവസാനിക്കുന്നില്ല. രേഷ്മ പി തങ്കച്ചൻ ഓരോ ഇൻ്റർവ്യൂകൾ കൊടുക്കുകയും ആ ഇൻ്റർവ്യൂകളിൽ വന്നിരുന്നും കൊണ്ട് ഓരോരുത്തരെയും തന്തയ്ക്കൊക്കെയാണ് വിളിക്കുന്നത്. താജിൻ്റെ തന്തയ്ക്കൊക്കെ വിളിക്കണമായിട്ടു. താജ് കുറച്ച് കാര്യങ്ങളൊക്കെ വന്നിരുന്നു പറയുന്നുണ്ട്. ഭയങ്കരമായ വിഷമം നിറഞ്ഞ കാര്യങ്ങളാണ്. ഒരുപാട് സഹായങ്ങൾ ഈ രേഷ്മ പി തങ്കച്ചന് ചെയ്തിട്ടുണ്ട്. സുധി ഉണ്ടായിരുന്ന സമയത്തായിരുന്നാലും ഒരുപാട് സഹായങ്ങളൊക്കെ ഓരോരുത്തരും ചെയ്തിട്ടുണ്ട്. താജെന്ന് മാത്രമല്ല, ഓരോരുത്തരും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു നന്ദി വാക്കു പോലും ഇല്ലാത്ത ഒരു പെൺകുട്ടിയായിപ്പോയി രേഷ്മ പി തങ്കച്ചൻ. രേണു അതുപോലെ മക്കളെ നോക്കാനായിരുന്നാലും മക്കളെ നോക്കുന്നില്ല. മക്കളെന്ന് പറഞ്ഞാൽ കിച്ചു അവിടെ നിന്ന് പോയി. കിച്ചുവിന് സഹിക്ക വയ്യാതെ തന്നെ പോയത്. ഈ രേണുവിൻ്റെ വീട്ടിലുള്ള എല്ലാവരും അവിടെ വന്ന അച്ഛനും അമ്മയായിരുന്നാലും ചേട്ടത്തി ആയിരുന്നാലും മക്കളായിരുന്നാലും ചേട്ടത്തിയുടെ ഭർത്താവ് സഹോദരി ചേട്ടത്തിയുടെ ഭർത്താവായിരുന്നാലും എല്ലാവരും അവിടെ തന്നെയാണ് കിടക്കണം. തൊട്ടടുത്ത് ചേട്ടത്തി വാടകയ്ക്ക് താമസം ഉണ്ടെങ്കിൽ പോലും ഇവിടെ തന്നെ കൂടുതലും കാണപ്പെടുന്നത്. ഇവരെല്ലാവരും കൂടെ ആയപ്പോഴത്തേക്ക് കിച്ചു അവിടെ നിൽക്കണ്ട എന്ന് വിചാരിച്ച് കിച്ചു പോയതായിരിക്കാം. അതുപോലെ ആ ഇളയ കുട്ടിയെ പോലും രേഷ്മ പി തങ്കച്ചന് നോക്കാനായിട്ട് പറ്റുന്നില്ല. വേറെ ആരെങ്കിലും അങ്ങ് നോക്കിയോളാനാണ് പറഞ്ഞ. രേഷ്മ പി തങ്കച്ചന് ഋത്തപ്പനെ നോക്കാൻ പോലും വയ്യ. താജിന് ഭയങ്കര വിഷമം ഉണ്ടായി. താജിൻ്റെ തന്തയ്ക്ക് വിളിച്ച് പിന്നെ താജിന് ജോലി കിട്ടിയത് രേഷ്മ പി തങ്കച്ചൻ്റെ അടുത്ത് ആരോ പറഞ്ഞ് കള്ളരേഖകളൊക്കെ ഉണ്ടാക്കിയാണ് താജ് ഗവൺമെൻറ് ജോലിയിലേക്ക് പോയത്. അതിൻ്റെ തെളിവുകളുമായിട്ട് താജ് വന്നായിരുന്നു. കാരണം പിന്നെ ഇപ്പോൾ ഇളയ കുട്ടിയുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് എൻ്റെ കയ്യിലുണ്ട്. ഞാൻ എടുത്തു കൊടുത്തേ ബർത്ത് സർട്ടിഫിക്കറ്റ്. ആ ബർത്ത് സർട്ടിഫിക്കറ്റ് ഞാൻ വേണമെങ്കിൽ ഇപ്പോൾ കാണിച്ചു തരാം നിങ്ങളെ. ഇളയ കുഞ്ഞിൻ്റെ അതിൻ്റെ അത് രേഷ്മ പി തങ്കച്ചൻ എന്നാണ് പിന്നെ മാതാവിൻ്റെ പേര്. ഞാൻ കാണിച്ചു തരാം. കുഞ്ഞിൻ്റെ പേര് ഋതുൽ എസ് ദാസ്. ഋതുൽ എസ് ദാസ് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ബിലീവേഴ്സിലാണ് ജനിച്ചത്. 20/8/2019. സുധി എസ് ദാസ് അച്ഛൻ്റെ പേര്. അമ്മയുടെ പേര് രേഷ്മ പി തങ്കച്ചൻ. കണ്ടില്ലേ? രേഷ്മ പി തങ്കച്ചൻ. പുതുക്കാട്ടിൽ ഹൗസ്, നാലുനാക്കൽ PO, വാകത്താനം, കോട്ടയം. ഇതിൻ്റെ അത് രേഷ്മ പി തങ്കച്ചൻ എന്നാ. രേണു സുധി എന്നെങ്ങുമില്ല. അല്ലെങ്കിൽ ഗസറ്റ് വിജ്ഞാനം വഴി രേണു സുധി എന്ന് പേര് മാറ്റിയിട്ടുണ്ടോ? ഇല്ലല്ലോ. എൻ്റെ പേര് താജുദ്ദീൻ KA. ഞാൻ കലാലോകത്ത് അറിയപ്പെടുന്നത് താജ് പത്തനംതിട്ട. ഞാൻ എൻ്റെ പേര് ഗസറ്റ് വിജ്ഞാനം വഴി മാറ്റിയിട്ടില്ല. അതുപോലെ രേണു സുധി എന്ന് ഗസറ്റ് വിജ്ഞാനം വഴി മാറ്റിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ കാണിക്കട്ടെ. അതുകൊണ്ടാണ് രേഷ്മ പി തങ്കച്ചൻ എന്ന് ഞാൻ പറയുന്നത്. അതുപോലെ രേണു പറഞ്ഞൊരു കാര്യമായിരുന്നു, വ്യാജ സർട്ടിഫിക്കറ്റ് കൊണ്ടെങ്ങാണ്ട് ചേട്ടൻ സർക്കാർ ജോലി നേടിയതാണോ എന്നൊരു സംശയം. അതിനെപ്പറ്റി താജ് വ്യാജ സർട്ടിഫിക്കറ്റ് കൊണ്ട് സർക്കാർ ജോലി നേടിയെന്നാണ് രേഷ്മ പി തങ്കച്ചൻ എല്ലായിടത്തും പറഞ്ഞിരിക്കുന്നത്. ഇൻ്റർവ്യൂകളിലൊക്കെ അങ്ങ് വിളിച്ച് പറയാണ് വേറെ ആരോ അവളെടുത്ത് പറഞ്ഞ് എന്ന്. എന്തെങ്കിലും ഒരു കാര്യം അറിഞ്ഞുകൊണ്ടേ രേഷ്മ പി തങ്കച്ചൻ സംസാരിക്കാവൂ. അപ്പോൾ ഈ താജിൻ്റെ രേഖകൾ ഇനി കാണിക്കുകയാണ്. പറഞ്ഞു കഴിഞ്ഞാൽ 2/7/2025 SNMG BHSS ചേർത്തല ആലപ്പുഴ ഡിസ്ട്രിക്റ്റിലാണ് ഞാൻ LD ക്ലർക്കിൻ്റെ ലോവർ ഡിവിഷൻ ക്ലർക്കിൻ്റെ പരീക്ഷ എഴുതിയത്. 2 മണി മുതൽ 3:15 വരെ. എൻ്റെ രജിസ്റ്റർ നമ്പർ H154974. നോക്കിയോ, ഞാനിത് വ്യക്തമായി സൂക്ഷിച്ചു വെച്ചു. കാരണം എന്തെങ്കിലും ഒരിക്കൽ രേഷ്മ പി തങ്കച്ചനെ പോലെയുള്ള ആളുകൾ ഇനി ഞാൻ വ്യാജ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച ജോലിക്ക് കയറിയെന്ന് വന്നാൽ എനിക്കിത് കാണിക്കണമല്ലോ. കാണിക്കാൻ വേണ്ടി ഇതാണ് ഇത്. 2 PSCയിൽ നിന്നും കേരള പബ്ലിക് സർവീസ് കമ്മീഷനിൽ നിന്നും എനിക്ക് കിട്ടിയ അഡ്വൈസ് 25/8/2007 എനിക്ക് കിട്ടിയ അഡ്വൈസ്. പഞ്ചായത്ത് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് കിട്ടിയ അഡ്വൈസ്. ഫയൽ നമ്പർ PTA 2/4/325/2025. ഇതൊരു പക്ഷേ PSCയിൽ പോലും കാണത്തില്ല. ഒരു പക്ഷേ എൻ്റെ കയ്യിലുണ്ട്. ഇതാണ് എനിക്ക് കിട്ടിയ അഡ്വൈസ്. ഞാൻ ആദ്യമായിട്ട് ജോലി കയറിയത് പഞ്ചായത്ത് ഡിപ്പാർട്ട്മെൻറ്റിൽ കയറിയത് 12/9/2007 അയിരൂർ ഗ്രാമപഞ്ചായത്തിൽ ഞാൻ LD
താജിൻ്റെ ഈ രേഖകളെല്ലാം കാണിച്ചിട്ടുണ്ട്. രേഷ്മ പി തങ്കച്ച, രണ്ടാമതിട്ട പേരാണ് രേണു, അവർ സ്വന്തമായിട്ടിട്ട. രേണു പറയുമ്പോൾ കുറച്ചൊക്കെ ഒന്ന് ആലോചിച്ച് പറയണം. ആരെയും വാക്ക് കേൾക്കരുത് കേട്ടോ. ആരെങ്കിലും അവിടെ എവിടെ ഇരുന്നും കൊണ്ട് നീ തന്തയ്ക്ക് വിളി രേഷ്മ പി തങ്കച്ച, നീ തന്തയ്ക്ക് വിളി എന്ന് പറയുമ്പോൾ രേഷ്മ പി തങ്കച്ചൻ വിളിക്കുമോ? അതുപോലെ ജോലിയുടെ കാര്യം പറയണ്, അവന്മാരൊക്കെ അറിഞ്ഞിട്ടാണ്, വേറുള്ളവരറിഞ്ഞിട്ടാണ് ഇത് കള്ളത്തരമല്ലേ പറഞ്ഞത്? അത് കണ്ട കറക്റ്റ് ആ ഇതെടുത്ത് കാണിക്കുന്നുണ്ട്. ഇനി എവിടെയൊക്കെയാണ് ജോലിയിൽ തുടർന്നത് എന്നുള്ളത് അതും പറയുന്നുണ്ട്. ക്ലർക്കായി ജോലിയിൽ പ്രവേശിച്ചത് ആ പഞ്ചായത്തിൽ 2/7/2007 മുതൽ ഞാൻ 15/5/2012 വരെ ഞാനവിടെ LD ക്ലർക്കായി ജോലി ചെയ്തു. അയിരൂർ ജോലി ചെയ്തു, അത് കഴിഞ്ഞ് കോയിപ്പുറം പഞ്ചായത്ത് ജോലി ചെയ്തു, അത് കഴിഞ്ഞ് പന്തളം പഞ്ചായത്ത് ജോലി ചെയ്തു. പന്തളം പഞ്ചായത്ത് ഇപ്പോൾ മുനിസിപ്പാലിറ്റിയാണ്. അത് കഴിഞ്ഞ് കോന്നി ഗ്രാമപഞ്ചായത്ത് ജോലി ചെയ്തു, ജില്ലാ പഞ്ചായത്ത് പത്തനംതിട്ട ജോലി ചെയ്തു, വടശ്ശേരിക്കര പഞ്ചായത്തിൽ ജോലി ചെയ്തു, കൊറ്റനാട് പഞ്ചായത്തിൽ ജോലി ചെയ്തു, ആനിക്കാട് പഞ്ചായത്തിൽ ജോലി ചെയ്തു, നാരങ്ങാനം പഞ്ചായത്തിൽ ജോലി ചെയ്തു, പ്രമാടം ഗ്രാമപഞ്ചായത്തിൽ ജോലി ചെയ്തു, റാന്നി അങ്ങാടി ഗ്രാമപഞ്ചായത്ത് ജോലി ചെയ്തു. വീണ്ടും ഞാൻ അയിരൂർ ഗ്രാമപഞ്ചായത്തിലേക്ക് ആദ്യം സർവീസിൽ കയറിയ പഞ്ചായത്തിലേക്ക് ഹെഡ് അക്കൗണ്ടൻ്റായിട്ട് ഞാൻ പോയി. ഇപ്പം ഞാനവിടെ ഹെഡ് ക്ലർക്കായി ജോലി ചെയ്യുകയാണ്. ഏത് അന്വേഷണവും നേരിടാൻ ഞാൻ തയ്യാറാണ്. ഇനി ചാനലിൻ്റെ മുന്നിൽ വന്ന് ഇങ്ങനെ പറയാനുള്ള സർക്കാർ ഉത്തരവ് പോലും എൻ്റെ കയ്യിലുണ്ട്. 10/10/2012 28/2012 നമ്പർ ഉത്തരവ് പ്രകാരം കലാ സാംസ്കാരിക പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് എനിക്ക് ഉത്തരവും ഉണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് ഈ കമൻ്റൊക്കെ പറയുന്നുണ്ട് ഇവനെ ഔദ്യോഗിക ഡ്യൂട്ടി സമയത്ത് ഇതൊക്കെ ചെയ്യുന്നുവെന്ന്. ഒരിക്കലുമല്ല. എൻ്റെ ഔദ്യോഗിക കൃത്യനിർവഹണങ്ങൾ തടസ്സം വരാത്ത രീതിയിൽ എനിക്ക് ഇങ്ങനെ അവതരിപ്പിക്കുന്നതിനും അല്ലെങ്കിൽ ചർച്ചകളിൽ പങ്കെടുക്കുന്നതിനും ഒക്കെ എനിക്ക് അനുമതിയും ഉണ്ട്. അക്കാര്യത്തിലും ഞാൻ ക്ലാരിഫിക്കേഷൻ തരികയാണ്. ഒരുപാട് പേര് അങ്ങനെ മോശം കമൻറ്റ് എൻ്റെ അടിയിൽ അടിച്ചിട്ടുണ്ട്. പിന്നെ പണിയില്ലല്ലോ, എനിക്ക് വേറെ പണിയില്ല, വേറെ പണിക്ക് പോടാ, നിന്നെ കണ്ട 60 വയസ്സ് തോന്നും, എന്നെ കണ്ട 60 വയസ്സ് തോന്നിക്കുമെന്ന് പറഞ്ഞാൽ എൻ്റെ ഭാര്യ സഹിച്ചോളും, എൻ്റെ പ്രിയപ്പെട്ടവർ സഹിക്കണ്ട. അത് തന്നെ താജ് എല്ലാ രേഖകളും നിരത്തി. ഈ ചാനലിൻ്റെ മുന്നിലൊക്കെ വന്നിരുന്ന് സംസാരിക്കാനുള്ള ആ തെളിവ് വരെ താജ് നിരത്തിയിട്ടാണ് വന്നിരുന്ന് സംസാരിക്കുന്നത്. താജിന് 60 വയസ്സിൻ്റെ കാര്യം പറയുന്നുണ്ട്. കമൻറ്റുകളിലൂടെ ഓരോരുത്തരും ഈ രേഷ്മ പി തങ്കച്ചനെ ഇഷ്ടപ്പെടുന്നവർ താജിനേലും ഫിറോസിനെയൊക്കെ ചീത്ത വിളിക്കാറുണ്ട്. കമൻറ്റിലൂടെയൊക്കെ വിളിക്കും. അവർ പറയണത് എന്തോന്നാണ്, നിനക്ക് 60 വയസ്സുണ്ട്, 60 വയസ്സുണ്ടെങ്കിൽ ഈ താജിൻ്റെ ഭാര്യ സഹിച്ചോളും, ഭാര്യയ്ക്ക് വിഷമമില്ല എന്നാണ് പറയണത്. ഈ കിച്ചുവിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. മുമ്പങ്ങാണ്ടെയൊക്കെ ചിലപ്പോൾ മദ്യപിക്കുമായിരിക്കും. അച്ഛൻ അങ്ങനെ നല്ല മദ്യപാനിയായിരുന്നു, അതുകൊണ്ട് അങ്ങനെ ചിലപ്പോൾ സംഭവിച്ചൂടാ എന്നില്ല. മദ്യപിച്ചു എന്നാണ് അറിയപ്പെടുന്നത്. പിന്നെ മദ്യപിച്ചു, വണ്ടി ഓടിച്ചു, ഇതുപോലെ പോലീസ് പിടിച്ചു എന്ന് അറിയാൻ കഴിഞ്ഞു. ഒന്നാമത് അമ്മയില്ല, അച്ഛൻ നല്ല മദ്യപാനിയായിരുന്നു. അപ്പോൾ അമ്മയുടെ സ്നേഹം എന്തെന്ന് പോലും കിച്ചുവിന് കിട്ടിയിട്ടില്ല. കിച്ചുവിനെ പിന്നെ വേറൊരു സ്ത്രീ എടുത്ത് വളർത്തിയതായിട്ട് പറയുന്നുണ്ട്. അതൊരു മാസമാണെന്നാണ് കിച്ചു പറയണത്. അവർ പറഞ്ഞിട്ട് 2-3 വർഷം വരെയൊക്കെ വളർത്തിയെന്ന്. അപ്പോൾ കിച്ചുവിൻ്റെ അമ്മ നിലവിലുണ്ട്. അവർ പിണങ്ങി പോയതിന് ശേഷവും പിന്നെ ഒരു വിവാഹം കഴിച്ചു. അതിന് ശേഷമാണ് രേഷ്മ പി തങ്കച്ചനെ വിവാഹം കഴിച്ചെന്ന് പറയുന്നു. അപ്പോൾ ഈ അമ്മമാരൊക്കെ ഒരു മത്സരമാണ്. മൂത്ത കുട്ടിയെ പിന്നെ അവർക്കൊക്കെ നോക്കാനൊക്കെ ഉള്ള ഒരു ബുദ്ധിമുട്ട് കാണും. അത് മിക്ക ഉള്ളിടത്ത് നടക്കുന്ന കാര്യങ്ങളാണ്. സ്വന്തം മക്കളെ നോക്കും കണക്ക് ഇനിയിപ്പോൾ എത്രയൊക്കെ ആയാലും അച്ഛൻ രണ്ടാമത് കല്യാണം കഴിക്കുവാണെങ്കിൽ അവർക്ക് നോക്കാനായിട്ടുള്ളൊരു ബുദ്ധിമുട്ട് കാണും. അങ്ങനെ ആവുമ്പോൾ ഈ കുട്ടിക്ക് അമ്മയെന്നുള്ളൊരു സ്ഥാനം നഷ്ടപ്പെടുമ്പോൾ ചിലപ്പം അച്ഛനും ഇങ്ങനെയായി, മദ്യപാനിയായി. അച്ഛൻ നല്ലോണം നോക്കുമായിരുന്നു മദ്യപിച്ച് നടന്നിരുന്നെങ്കിലും. പിന്നെ അതിനുശേഷം സുധി മരിച്ചതിന് ശേഷം ഈ കുട്ടിക്ക് അച്ഛനും ഇല്ല, അമ്മയും ഇല്ലാത്തൊരവസ്ഥയിലായി വന്നപ്പോൾ പിന്നെ ചോദിക്കാനും പറയാനും ഒന്നും ആരും ഇല്ലല്ലോ എന്ന് വിചാരിച്ചു. പക്ഷേ രേണു എപ്പോഴും പറയുമായിരുന്നു, എൻ്റെ മകൻ ഋതപ്പൻ, എൻ്റെ മകൻ കിച്ചു, എൻ്റെ മോൻ കിച്ചുവാണ്, ഋതപ്പനെക്കാട്ടിയും സ്നേഹം കിച്ചുവിനാണ് കൊടുത്തത് എന്ന് പറയുന്നത്. ഈ രേഷ്മ പി തങ്കച്ചൻ എന്തുകൊണ്ട് ആ കുട്ടിയെ കൂടുതൽ നല്ലതുപോലെ നോക്കാത്തത്? അതിനെ കൂടെ നിർത്തി. ഇപ്പം നിങ്ങൾ 2 പേര്, നിങ്ങൾ 3 പേരുമായിരുന്നു, 2 മക്കളും രേണു മാത്രമായിരുന്നു ആ വീട്ടിലെങ്കിൽ നിങ്ങൾ സ്വസ്ഥതായിട്ട് സന്തോഷമായിട്ട് ആ കുട്ടിയെയും കൊണ്ട് അവൻ്റെ പഠിത്ത കാര്യങ്ങൾ നോക്കി നല്ലതുപോലെ കഴിയായിരുന്നു. യൂട്യൂബ് ചാനൽ തന്നെ 1 അല്ലെങ്കിൽ 2 നിങ്ങളൊക്കെ ഫേമസ് ആയിട്ടുള്ള ആൾക്കാരാണ്.
ചാനലാണ്. അപ്പോൾ അതിൻ്റേതായ എന്തെടുത്തിട്ട് കഴിഞ്ഞാലും അതിൽ നല്ല വ്യൂസാണ്. അതിലൂടെ ആയിരുന്നാലും റീൽസുകൾ ചെയ്തായിരുന്നാലും എന്തെല്ലാം ചെയ്ത് നല്ല വരുമാനം ഉണ്ടാക്കാം. അപ്പോൾ ഈ മൂത്ത കുട്ടിയും നശിച്ചു പോകില്ലായിരുന്നു അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ. പിന്നെ ഒരുപാട് പേര് ഉപദേശിക്കുന്നുണ്ട്, മോനെ അതൊക്കെ പോട്ടി, കഴിഞ്ഞത് കഴിഞ്ഞു, ഇനിയെങ്കിലും അങ്ങനെ സംഭവിക്കരുത് എന്നൊക്കെ ഓരോരുത്തർ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇല്ല എന്നൊക്കെ പറയുന്നു. പിന്നെ കൂട്ടുകെട്ടിലൂടെയാണ് ഇത് സംഭവിച്ചതെന്ന് പറഞ്ഞാലും തർക്കിക്കുന്നുണ്ട്. വേറെ ആരും പറഞ്ഞു തന്നല്ല, സ്വയം ചെയ്യണതാണ് എന്നുള്ള രീതിക്കും ലൈവിൽ പറയുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ മദ്യപിച്ച് വണ്ടി ഓടിച്ചെങ്കിൽ അതിരിക്കട്ടെ, ഇനി അതിന് ശേഷം അത് തുടർന്നുകൊണ്ട് പോവാതിരിക്കുക കിച്ചു, അത് ശ്രദ്ധിക്കണം. പിന്നെ ഇനിയിപ്പോൾ അച്ഛൻ്റെ കാര്യങ്ങളാണ് പറയണത്. കിച്ചു പറയുന്നുണ്ട്, ഈ പറയുന്ന 1 കെട്ടി 2 കെട്ടി 3 കെട്ടി ഒന്നിലും അങ്ങോട്ട് പുള്ളിക്ക് അങ്ങോട്ട് സെറ്റായിട്ടില്ല ഒന്നും. ഫസ്റ്റത്തെ ആണെങ്കിലും ഞാനുണ്ടായി, ഒരു സമയം കഴിഞ്ഞപ്പോൾ അതും ഇതായി. രണ്ടാമത് കെട്ടിയത് ഇതിലൊക്കെ അല്ലായിരുന്നു. അതിപ്പോ പുള്ളിയെ കുറ്റം പറയാൻ പറ്റത്തില്ലല്ലോ, ലൈഫല്ലേ, എല്ലാ കാര്യത്തിനും ഭയങ്കര സപ്പോർട്ടാണ്. പക്ഷെ അച്ഛൻ കല്യാണം കഴിച്ച കാര്യമാണ് പറയുന്നത്. 1 കെട്ടി 2 കെട്ടി 3 കെട്ടി എന്ന് പറയുന്നത്. ആദ്യത്തെ കല്യാണം കഴിച്ചതിലാണ് കിച്ചു ഉണ്ടാവണത്. അതത്ര ഒരു ഇതായില്ല. രണ്ടാമത്തത് കെട്ടി, അതും അത്ര ശരിയായില്ല എന്നാണ് പറയണത്. അപ്പം മൂന്നാമത്തത് അതിനെക്കാട്ടി കഷ്ടം. എന്തായാലും സുധീര ഉയിരും കൊണ്ട് പോയി, ജീവൻ അതോടുകൂടി അവസാനിച്ചു. അല്ലാതെ ജീവനോടെ ഇരുന്നപ്പോഴായിരുന്നെങ്കിൽ ഈ രേഷ്മ പി തങ്കച്ചൻ്റെ ഈ രംഗങ്ങളൊക്കെ ഇവിടെ നടക്കുമായിരുന്ന ഇല്ലായിരുന്നല്ല. നമുക്ക് ബാക്കി കാണാം. അവർ രണ്ടുപേരും അങ്ങോട്ട് നല്ല രീതിക്ക് ഒക്കെ അല്ല. എപ്പോഴും മഴക്കാരൻ രാത്രി 2 മണിക്ക് ഒരു അച്ഛൻ വീട്ടിൽ. ഞാനപ്പം ഇവിടെ നിൽക്കുന്നു, ഇവരുടെ ഒപ്പം നിൽക്കുന്നു. അവർ രണ്ടുപേരും പോളത്തോട്ട് വീട്ടിലായിരുന്നു. അല്ലെങ്കിലും അതാ നല്ലത്. രണ്ടാൾക്കാർ ഒരുമിച്ച് പോകത്തില്ലെങ്കിൽ രണ്ടുപേരും സെപ്പറേറ്റ് ആയിട്ട് തന്നെയായിരുന്നു താമസിച്ചോണ്ടിരുന്ന. ആ ഒരു സമയത്ത് തന്നെയാണ് പഠിത്തമ്മയാണേലും വരുന്നതും. അല്ലാണ്ട് മറ്റേ ഇവര് ഡൈവേഴ്സ് ആവാനുള്ള കാരണം ഈ അമ്മ വെച്ചിട്ടുള്ളതല്ല. അതിന് മുന്നേ ഇങ്ങനെ ആയിരുന്നു. എന്നിട്ട് അവർ സംസാരിച്ചു, ഇങ്ങനെ എന്തോ പൈസയുടെ കാര്യമൊക്കെ സംസാരിച്ചു, അങ്ങനെ എത്ര കൊടുത്തു, അങ്ങനെ ആ ഒരു ചാപ്റ്റർ അടച്ചിട്ട് ക്ലോസ് ചെയ്ത്. ഭയങ്കര സീനായിരുന്നു. രേണുവിന്റെ സ്റ്റോറിക്ക് അതാണ് ഞാൻ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരുന്നത്. വെള്ളം പറയുന്നുണ്ട്. അച്ഛനിപ്പം എന്നെ നോക്കണം, അച്ഛൻ ഇങ്ങനെ നിൽക്കുന്നു. അപ്പം ആ രീതിയിൽ പുള്ളി ഇങ്ങനെ ചെയ്തേ ആയിരിക്കും. അപ്പൊ അവരെന്ന് പറയുമ്പോ അവര് വലിയ രീതി ഒരു കുഴപ്പമൊന്നുമില്ല, അച്ഛൻ മൊത്തത്തിൽ ഒരു തെറ്റ് എന്നുള്ള രീതിയിലാണ് ഇപ്പൊ മൊത്തത്തിൽ വീഡിയോ വന്നേക്കുന്നത്. നേരെ അങ്ങ് തിരിഞ്ഞ്. അതാണ് വീണ വന്ന് പറഞ്ഞതിനെ കുറിച്ചാണ് പറയണത്. അച്ഛൻ മൊത്തം തെറ്റാണ് ചെയ്തത്, വീണയുടെ പക്ഷത്ത് ഒരു തെറ്റുമില്ല. കിച്ചു പറയണത് അവർ രണ്ടും 2 വഴിക്കായി നിന്ന് അവിടെ ഭയങ്കര ഇഷ്യൂ ആവണതിൻ്റെ കാര്യം വേറൊന്നുമല്ല. ഈ രേഷ്മ പി തങ്കച്ചൻ നിരന്തരം ഇങ്ങനെ ഈ സുധിയായിട്ട് പ്രേമത്തിലായി നിരന്തരം ഇങ്ങനെ മെസ്സേജുകളിടുകയും അത് യാതൊരു ഭാര്യയ്ക്കും സഹിക്കാൻ പറ്റൂല. അവരിങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പം വേറൊരു മെസ്സേജ് വരുമോ വേറൊരു രീതിക്ക് പോവുകയോ ചെയ്യുന്നുണ്ട്, ആർക്കായാലും സഹിക്കാൻ പറ്റൂല. അതാ മോന് മനസ്സിലാക്കത്തുണ്ടാണ്. പിന്നെ വേണ്ടെന്ന് വെച്ചാൽ അങ്ങനെ ഒരു ചാടിക്കളിക്കുന്ന ഒരാളിനെ വേണ്ടെന്ന് പിന്നെ വീണ വെച്ചത് കൊണ്ടാണ് അത് അവിടെ അവരെ കുടുംബത്തിൽ വിഷയങ്ങളായത്. ഇപ്പൊ ഇവിടെ കൊല്ലത്തുള്ളവർക്ക് അച്ഛന്റെ ഒപ്പമുള്ള ഫ്രണ്ട്സിനാണെങ്കിലും മൊത്തം എല്ലാവർക്കും അറിയാം അതിന്റെ സ്റ്റോറി എല്ലാം കാര്യങ്ങളും. അല്ല വേറൊരു രീതി നോക്കുകയാണെങ്കിൽ എന്തുവാ അവർക്കാർക്കും ഒന്നും കിട്ടുന്നില്ലല്ലോ. യൂട്യൂബിൽ അവര് കല്യാണം കഴിച്ചെന്നാണെങ്കിലും പക്ഷെ ഞാൻ ഇവിടെ തന്നെ ആയിരുന്നു. അത്രയും ചിന്തിച്ചാൽ മതി എന്തൊക്കെയായിരുന്നു പ്രശ്നങ്ങൾ. എന്തുവാ അവര് നോക്കുമ്പോ എന്തുവാ കൊല്ലം സുധീര വൈഫായാലും ഇപ്പൊ വരും ഇങ്ങനെ കുറെ ഇങ്ങനെ പറയുന്നു, ഇങ്ങനെ വൈഫാണ് പറഞ്ഞിട്ട് ന്യൂസ് വരുന്നു. അപ്പം നിങ്ങളാണെങ്കിലും എല്ലാവരും അങ്ങനെ ചിന്തിച്ചു നോക്കത്തുള്ളൂ. അത് നിങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ ഇങ്ങനെ ന്യൂസ് വരുമ്പോ ഇങ്ങനെ എല്ലാരും വിചാരിക്കത്തുള്ളൂ. ഇത്ര നാളും കാണാത്തവരെയൊക്കെ പൊങ്ങിയൊക്കെ ആയിരുന്നില്ലേ. അതായത് ഞാൻ 1ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് സെക്കൻഡ് മാരേജ് അങ്ങനെ നടക്കുന്നതും. ഇത്രയും നാള് ആ കൂട്ടുകാരെ ഇരുന്നോണ്ട് പറഞ്ഞു, ഇത്രയും നാള് കാണാത്തവര് ഇപ്പം വരണമെന്ന് വീണയാണ് പറയണത്. ഇത്രയും നാള് കാണാത്തെന്ന് പറഞ്ഞാൽ വീണ രംഗത്തിറങ്ങണതിൻ്റെ കാര്യം
ഈ രേഷ്മ പി തങ്കച്ചൻ സെറ്റിലായിരുന്നാലും ചെന്ന് ഓരോന്ന് ഇവരെ കുറിച്ച് ഈ വീണയെക്കുറിച്ച് പറഞ്ഞ് മോശം രീതിക്ക് പറയും. അത് ആ ഒരിത് സഹിക്കാൻ വയ്യാതെയാണ് ജനങ്ങളെ മുന്നിൽ വീണ വന്നത്. അതുപോലെ ഓരോരുത്തരെ കുറിച്ചും അങ്ങനെ തന്നെ, ഫിറോസിനെ കുറിച്ചായാലും അങ്ങനെ തന്നെ, താജിനെ കുറിച്ചായാലും അങ്ങനെ, ബിഷപ്പിനെ കുറിച്ച് എല്ലാ രേഷ്മ പി തങ്കച്ചൻ തന്നെ ഇരുന്ന് ഇൻ്റർവ്യൂ കൊടുത്തായിരുന്നാലും അല്ലാതെ ആയിരുന്നാലും പറഞ്ഞ് പിന്നെ അല്ലെങ്കിൽ യൂട്യൂബറെങ്കിലും കൊണ്ടുവന്ന് വെറുതെ എങ്കിലും തോണ്ടി ഒരേ കാര്യങ്ങൾ ഉണ്ടാക്കണ രേഷ്മ പി തങ്കച്ചനാണ്. അഞ്ചിലൊക്കെ ആയപ്പോഴത്തേക്കും അഞ്ചിലും ഒരു കുറച്ചാൾ കഴിഞ്ഞപ്പോഴത്തേക്കും അവർ ഓക്കെ അല്ലായിരുന്നു രണ്ടുപേരും. ഭയങ്കരമായിട്ട് എപ്പോഴും അടിയായിരുന്നു കാര്യങ്ങളും. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി ഞാനൊന്നും പറയുന്നില്ല. കിച്ചു, ഹൗ ആർ യു? ഫൈൻ താങ്ക്സ്. അങ്ങനെ കിച്ചു 5ൽ അങ്ങോട്ട് പഠിക്കുമ്പോഴാണ് ഈ വീണയായിട്ട് അവർ ഭയങ്കര ഭാര്യയും ഭർത്താവും ഭയങ്കര വിഷയങ്ങളൊക്കെ ആയി അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അടിയൊക്കെ ആയിരുന്നു എന്നാണ് പറയണത്. ഇതിന് അപ്പോഴേ തുടങ്ങിയിട്ടുണ്ട്. സുധി ചിലപ്പം വേറെയുള്ള സ്ത്രീകളുമായിട്ട് അങ്ങനെയൊക്കെ ഉള്ളൊരു വിഷയമായത് കൊണ്ടായിരിക്കാം അതിൻ്റെ ഇടയിൽ അടി നടന്നത്. നല്ല വിഷമമുണ്ട് അച്ഛനെ കുറിച്ച് അങ്ങനത്തെ ശരിയായിട്ടുള്ള കാര്യങ്ങളല്ലാതെ കേൾക്കുമ്പോൾ. എന്താണ് വീണ മോനെ നോക്കിയില്ലേ, രേണു നോക്കിയല്ലേ? എന്നെ നോക്കിയത് എൻ്റെ അച്ഛൻ, അച്ചാമ്മ, വല്യമ്മ, വല്യച്ഛൻ, അവരെല്ലാരും തന്നെയാണ്. കേട്ടല്ലേ, എല്ലാരും കേട്ടല്ലേ. രേണു നോക്കിയില്ലെന്ന് ചോദിച്ചപ്പോൾ പറയുന്നുണ്ട്, എന്നെ നോക്കിയത് എൻ്റെ അച്ഛൻ, അച്ചാമ്മ, അവരെ ആൾക്കാരാണ് നോക്കി, അച്ഛൻ്റെ ആൾക്കാർ, അല്ലാതെ ആരും നോക്കിയില്ല. ഈ കുട്ടി അന്നേ അവിടെ തന്നെ സുധീര വീട്ടിൽ തന്നെ ഇവനെ ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് പന്ത് തട്ടി കളിക്കുമായിരുന്നു എല്ലാവരും. ഒരു സാധനം എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞാൽ തന്നെ അവിടെ അടിയാണ് നടക്കുന്നത്. ഈ രേണു തന്നെ എന്തോ ബൈക്കിൻ്റെ വിഷയത്തിൽ തന്നെ അവിടെ പ്രശ്നങ്ങൾ ഒരുപാട് വിഷയം ഉണ്ടാക്കി, വാങ്ങിച്ചു കൊടുക്കരുതെന്നും അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ അവനറിയാറായല്ലോ. ഞാൻ പറഞ്ഞുതരാം. ഒരു 3 വയസ്സായപ്പോഴാണ് അച്ഛനും ഞാനും കൂടെ കൊല്ലത്തോട്ട് വരുന്നതും. പിന്നെ മൊത്തം നോക്കിയത് അച്ചാമ്മ, വല്യച്ഛൻ, വല്യമ്മ, അച്ഛൻ വരും. അച്ഛൻ അന്ന് ഭയങ്കര ഷൂട്ട്, അപ്പം ഇടയ്ക്കിടയ്ക്ക് വരുന്നത്. മൊത്തം എന്നെ നോക്കിയത് ഇവരാണ്. പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയൊരു സ്റ്റോറിയാണ് മൊത്തം. ഒരു അമ്മയുടെ സ്ഥാനം ഇടയ്ക്കിടയ്ക്ക് വരിക എന്ന് മാത്രമല്ലല്ലോ. അപ്പം അച്ഛൻ അങ്ങനെ ഒരു ആളായിക്കൊണ്ട് പിന്നെ അങ്ങനെ ഒരു സ്നേഹം കിട്ടായിരുന്നതോ അങ്ങനൊന്നുമില്ല. എനിക്ക് എന്നിട്ട് എന്തൊക്കെ കാര്യം ചെയ്യാൻ പറ്റും അതെല്ലാം അച്ഛൻ. അതുകൊണ്ടല്ലേ പറയുന്നത് അച്ഛന്റെ മോനാണ്. പിന്നെ എന്റെ ഭാഗത്തുനിന്ന് അച്ഛനായിട്ട് ചെറിയൊരു പ്രശ്നമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് അറിവില്ലാത്ത ആ ഒരു സമയത്ത് അച്ഛൻ മരിച്ച എന്റെ മൈൻഡിൽ മൊത്തം അതായിരുന്നു. ആ ഒരൊറ്റ കാര്യത്തിലാണ് ഞാൻ ഓക്കെ ആവാതെ അത്രയും നാൾ ഞാൻ അങ്ങനെ നടന്നുകൊണ്ടിരുന്നത്. എന്റെ കയ്യിൽ നിന്ന് അന്നൊരു തെറ്റ് പറ്റിപ്പോയി. അത് രണ്ടുപേർക്കും അറിയാം. ഇവന്റെ അച്ഛനുമായിട്ട് അല്ലാതെ സംസാരിച്ചിട്ടുണ്ട്. അതും പറഞ്ഞ് കുറെ പേര് വന്നായിരുന്നില്ലടാ. ആ കാര്യവും പറഞ്ഞ് ഇവ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. കൊല്ലം സുധി ആൾക്കാരെ ക്യാഷ് വാങ്ങി പറ്റിച്ചു എന്ന് കേട്ടിട്ടുണ്ട്. ഒരു സമയത്ത് അച്ഛന് ഭയങ്കരമായിട്ട് കടം ഉണ്ടായിരുന്നു. കാരണം കൊറോണ ടൈമില് ഞങ്ങൾ കോട്ടയത്തായിരുന്നു. ഞാൻ, അച്ഛൻ, അമ്മ, ഋതപ്പൻ, അവരുടെ പപ്പ, മമ്മ, അളിയൻ, 9 പേരുണ്ടായിരുന്നു. 9 പേരെ ഈ കൊറോണ ടൈമിൽ ലോക്ക്ഡൗൺ ആയ സമയത്ത് അച്ഛൻ തന്നെയാണ് നോക്കിക്കൊണ്ടുവന്നത്. ആ ഒരു സമയത്ത് അല്ലാണ്ട് അച്ഛനൊരു യൂട്യൂബ് ചാനൽ വന്ന് തുടങ്ങി. മൊത്തത്തിൽ അച്ഛൻ പെട്ടെന്ന് പോയി. ആ സമയത്ത് ചാനൽ തുടങ്ങി എന്തെങ്കിലും പിടിച്ചേറെന്ന് ചോദിച്ചപ്പം ലോക്ക്ഡൗണും ആയി. മൊത്തത്തിൽ അങ്ങ് പെട്ടു. അതിന്റെ ഷൂട്ടും അവിടെയുള്ള അതിന്റെ ആൾക്കാരും ഞങ്ങളുടെ വീട്ടിൽ സ്റ്റേ ആയി പോയി. അവരെല്ലാരും നോക്കേണ്ട ഒരു അവസ്ഥ വന്നു. കുറെ ആർട്ടിസ്റ്റുകളാണെങ്കിലും അന്ന് ഞങ്ങളുടെ വീട്ടിലായിരുന്നു മൊത്തം. അവരെല്ലാരും നോക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നു. കിച്ചു പറയണത് കൊറോണ സമയത്ത് അച്ഛൻ അവരെ വീട്ടിൽ, അന്ന് കോട്ടയത്തായിരുന്നു, ഭയങ്കര ബുദ്ധിമുട്ടുള്ള സമയമായിരുന്നു കൊറോണ സമയത്ത്. അതെല്ലാ വീടുകളിലും ബുദ്ധിമുട്ടുള്ള സമയമായിരുന്നു. അങ്ങനെ ആയപ്പോൾ ഓരോരുത്തരടുത്ത് ഇതുപോലെ ക്യാഷ് ചോദിക്കേണ്ടി വന്ന്. അവർ 9 അംഗങ്ങളുണ്ടായിരുന്നെന്നാണ് പറയണത്. രേണുവിൻ്റെ അച്ഛൻ, അമ്മ, ചേട്ടത്തി, ചേട്ടൻ, പിന്നെ മക്കള്, കിച്ചു, ഋതപ്പൻ, എല്ലാവരും കൂടെ 9 അംഗങ്ങളെ പേര് പറയുന്നുണ്ട്. പിന്നെ സുധി. ഈ 9 പേർക്കൊക്കെ ഫുഡ് വെക്കണമെന്ന് പറഞ്ഞാൽ അവരെ കാര്യങ്ങൾക്കൊക്കെ ഒത്ത് നിൽക്കണ്ടേ. അപ്പം ഈ കൊറോണ കുറേ നാൾ നിന്നല്ലോ. അപ്പം ആ സമയത്ത് ഒരുപാട് ബുദ്ധിമുട്ടിലൂടെയാണ് കടന്നു പോയത്. അങ്ങനെയാണ് ഓരോരുത്തരടുത്ത് ക്യാഷ് ചോദിക്കേണ്ട അവസ്ഥ വന്നത്. അല്ലാതെ ആരെയും പറ്റിച്ചതല്ല എന്നാണ് പറയുന്നത്. പിന്നെ കുറച്ച് ആർട്ടിസ്റ്റുകൾ അവരും ആ വീട്ടിലുണ്ടായിരുന്നു. അപ്പം എല്ലാവർക്കും കൂടെയൊക്കെ ഫുഡിനൊക്കെ 2-3 നേരം ആകുമ്പോൾ ബുദ്ധിമുട്ട് തന്നെയാണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ കിച്ചു നല്ല സന്തോഷത്തിൽ കഴിയുക. എന്തായാലും കിച്ചുവിന് യൂട്യൂബ്
യൂട്യൂബ് ചാനലിലൂടെ നല്ല വരുമാനം ഉണ്ട് എന്ന് ഞങ്ങൾക്കറിയാം. അപ്പോൾ അത് നല്ലതുപോലെ നോക്കി നടത്തി മുന്നോട്ട് പോവുക. വേറൊരു ദുശീലത്തിലും ചെന്ന് പെടാതെ, കൂടുതൽ കൂട്ടുകെട്ടിലൊന്നും ചെന്ന് പെടാതെ നല്ല മോനായിട്ട് കഴിയുക, നല്ലതുപോലെ പഠിക്കുക. അതുപോലെ രേഷ്മ പി തങ്കച്ചൻ കിച്ചുവിൻ്റെ കാര്യത്തിലോ ആരെ കാര്യത്തിലും നോക്കുമെന്ന് യാതൊരു തീരുമാനവും ഇല്ല. രേഷ്മ പി തങ്കച്ചൻ്റെ കാര്യങ്ങളുമായിട്ട് റീൽസും പാട്ടും ഡാൻസും കൂത്തുമായിട്ട് രേഷ്മ പി തങ്കച്ചൻ പോവുകയാണ്. കിച്ചുവിൻ്റെ കാര്യത്തിലൊന്നും ഇടപെടില്ല. അതുകൊണ്ട് കിച്ചുവിന് അതിൻ്റെതായ വിഷമങ്ങളൊക്കെ കാണും. എന്നാലും നല്ലതുപോലെ കഴിയുക, നല്ലതുപോലെ പഠിക്കുക, സന്തോഷമായിട്ടിരിക്കുക.